عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ വേദിയിലുള്ള ഉലമാക്കൾ, നാട്ടു നേതാക്കന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഈ ഒരുമിച്ച് കൂടിയ ഈ മഹത്തായ ബന്ധം നമ്മുടെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു നീണ്ട സംസാരിക്കേണ്ട വേദിയല്ല. ഒരുപാട് ആലിമീങ്ങൾ, നേതാക്കന്മാരൊക്കെ ഉണ്ട്. ബാങ്കോടുകൂടെ പിന്നെ അവസാനിപ്പിച്ച് പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ ഏർപ്പാടൊക്കെ ഉണ്ട്. എല്ലാം അല്ലാഹു ബർക്കത്തിലാക്കി തീർക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്, ഈ പുളാബ എന്ന നാട്ടിൽ ഒരു സുന്ദരമായ ഈ ഒരു പള്ളി ഉയർന്നു കാണുന്നത് ഈ നാട്ടുകാരുടെ സ്വപ്നം എന്ന് തന്നെ പറയാം. വിചാരിക്കാത്ത നിലക്ക് അള്ളാഹു പൂർത്തിയാക്കി തന്ന ഈ പള്ളി, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന്, നമുക്ക് മറക്കാൻ പറ്റാത്ത ഇങ്ങനെ ഒരു സ്ഥലം, വേദി ഇവിടെ ഉണ്ടാക്കാനും നമുക്ക് ഒരുമിച്ച് കൂടാനും ഈ പള്ളി നിർമ്മിക്കാനും കാരണക്കാരനായ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഹച്ചബ ഹാജി, പണ്ട് കാലം മുതൽ വഫാത്തിന് മുമ്പ് തന്നെ ഞാൻ പട്ടംതടുക്ക പള്ളിയിലുണ്ടാകുമ്പോൾ മൂപ്പര് ജുമാക്ക് സാധാരണ വരൽ പട്ടംതടുക്കത്തേക്കാണ്. ഒരുപാട് സംസാരിച്ച് നമ്മളെല്ലാം ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ നാട്ടു പരിസരത്തുള്ള നമ്മളെ കുഞ്ഞുമണാക്കൻ്റെ ബാപ്പ, അതുപോലെ അമീദിൻ്റെ ബാപ്പ, പല വ്യക്തികൾ, പല മുഖങ്ങൾ, അവരൊക്കെ ഇന്ന് ഇവിടെ നമ്മളെ കൂടെയില്ല. അവർ ഖബറിലാണ്. അള്ളാഹു ഇതിൻ്റെ എല്ലാം പ്രതിഫലം അവരെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരെ അനുസ്മരിക്കുന്ന വലിയ ഒരു നാടാണ് പുളാബ. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞെങ്കിൽ യദുല്ലാഹി അലൽ ജമാഅ, ഐക്യം എന്നുള്ളത് ആ നാട്ടിലാണ് അള്ളാഹുവിൻ്റെ ബർക്കത്തുള്ളത് എന്ന നിലക്ക് മാഷാ അല്ലാഹ് ഈ കരിയറിലുള്ള വ്യക്തികൾ നല്ല ഒരുമപ്പാടിലും സ്നേഹത്തിലും പെരുസപ്പാടിലും നീങ്ങുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പള്ളി ഇവിടെ നിർമ്മിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകിയത്. പിന്നൊരു കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഒരു നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ വേണം. എല്ലാവരും പ്രസിഡന്റ് ആവാ, എല്ലാവരും നേതാവാ, എല്ലാവരും ആളായെങ്കിൽ ആ നാട് വിജയിക്കൂല. മാഷാ അല്ലാഹ്, ഇവിടെ നമ്മുടെ എല്ലാ ആൾക്കാർ ഇവിടെ ഒരു നേതൃത്വത്തിന് കൊടുത്തത് നമ്മളെ ആലിയബ്ബ പുളാബ. ആലിയബ്ബ പുളാബ പേരാണെങ്കിൽ അയാളെ ഓമന പേര് കുഞ്ഞിമോണ് എന്നാണ്. കുഞ്ഞിമോണ് ചെന്നെങ്കിൽ അർത്ഥ ചെറിയ മോണും, കുഞ്ഞിമോണ് ചെന്നെങ്കിൽ ചെറിയ മോണും. പ്രകൃതിപരമായിട്ട് ഒരു അബ്ബകും ഒരു ഉമ്മക്ക് യാറെ പിരിസക്കിയുടെ മക്കളുടെ കൂട്ടത്തിൽ ചെറിയ മോണ്ടിട്ട. അങ്ങനെ ആയിട്ട് ഓതിയുള്ള വെക്കുമ്പോൾ അവല്ല സാധാരണ ചെറിയ മോണക്ക് വിട്ടുകൊടുക്കടേ. അപ്പൊ കുഞ്ഞുമോണൊക്കെ ചെറിയ മോണല്ല, ആ പേരിന്റെ ഒരു ബഹുമാനം ചെല്ലുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു കാരുണ്യമുള്ള ഒരു വ്യക്തിയായിട്ട് കുഞ്ഞിമോണാക്ക എന്നുള്ളത്. അപ്പൊ കുഞ്ഞിമോണക്ക് അബ്ബുമ്മക്ക് മാത്രമല്ല, മാഷാ അല്ലാഹ്, ഇവിടെ എല്ലാ ആൾമാരെയും സമാധാനപ്പാക്കിയിട്ട് എല്ലാവരും ഒന്നാനിക്കാക്കിയിട്ട് ഞങ്ങളെ രായത്തിൽ ഭിന്നമത്ത ആർക്കും അഭിപ്രായ പറവു തീരാ ചെന്നിട്ട് മാഷാ അല്ലാഹ് ഇവിടുത്തെ കാര്യക്രമത്തെ തുടക്കം മുതൽ ഇണ്ടുത്തോളം വലിയ ഒരു സൂക്ഷ്മതാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോട്ടും അഭിപ്രായം കേട്ടിട്ട് നല്ല നിലക്ക് ഇവിടെ കൊണ്ടുപോയോണ്ടുണ്ടു. അതിലെ ഏറ്റവും വലിയ കാരണം നിന്ന് അത് ഇൻഷാ അല്ലാഹ് ഈ റായത്തങ്ങ അയാളെ പരിപൂർണമായ ഒരു നേതൃത്വം കൊടുത്തിട്ടു. അതിലെ കാരണമായിട്ട് ഈ പള്ളി ഈ നിലക്ക് ആവുള്ളത്. അല്ലാഹു തആല ഖിയാമത്ത് നാളത്തോളം അല്ലാഹു നിലനിപ്പാട്ടി തരുമാറാകട്ടെ. മാഷാ അല്ലാഹ്, നാ ചെന്നുകൊണ്ടുള്ളത് മുസ്ലിം ഞങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാഹ് ഐക്യത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ആർക്കും ഞങ്ങൾക്ക് ഒരു അഭിപ്രായം ഇല്ലാണ്ട് മുഅ്മിനീങ്ങളെ ഞങ്ങൾ ഐക്യത്തിൽ ഒരേ ഉമ്മടെയും ഒരേ ബാപ്പടെ പോലെ മക്കളെ പോലെ ഞങ്ങൾ ജീവിക്കണം. അള്ളാഹു അതുകൊള്ള എല്ലാ അവസരവും ഒരു വഴിയും അള്ളാഹു ഞങ്ങൾക്ക് തുറന്നു തരുമാറാകട്ടെ. അത് ഒരു സാക്ഷിയാക്കിയത് ഞങ്ങളെ ഈ വേദിക്ക് ഈ കാര്യക്രമ തുടക്കം മുതൽ അൽഹംദുലില്ലാഹ് ഇവിടെ ഏത് പാർട്ടി ആ പാർട്ടി ഈ പാർട്ടി ചെന്നിട്ട് എന്തും കൂടെ ഒരു അഭിപ്രായം ഇല്ല. വലിയൊരു സന്തോഷമായിട്ട്. കാരണം ചെന്നെങ്കിൽ ഇനി ആ പാർട്ടി ഈ പാർട്ടി എന്ന് ചിന്തിക്കിടങ്ങ ഒന്നും മനസ്സിലാക്കിയെങ്കിൽ മയ്യാവൂ. കാരണം ഞങ്ങളെ നേതാക്കന്മാർ മഹാനായ താജുൽ ഉലമ, ശംസുൽ ഉലമ, അങ്ങ് സുന്നത്ത് ജമാഅത്തിൽ ശക്തമായ
ഉറച്ചു നിന്റെ മഹാന്മാരായിട്ടിക്കട്. അങ്ങനെ അനുയായിമാർ സാധാരണ സുന്നത്ത് ജമാഅത്തിൽ സംഘടനപരമായിട്ട് എന്തെങ്കിലും അൽഹംദുലില്ലാ മഹാന്മാരെല്ലാം അംഗീകരിക്കട ആദരിക്കട വ്യക്തിയായിട്ടിക്കട നങ്ങ ആ ഒരു പാലൻ അൽഹംദുലില്ലാ ഈ പുലാബയിൽ കണ്ടുകൊണ്ടുണ്ടോ. അള്ളാഹു ഖിയാമത്ത് നാള് തോറും അള്ളാഹു നിലനിൽപ്പാട്ടി തരുമാറാകട്ടെ. അങ്ങനെയുള്ള ഒരു ആദർശപരമായ നിലക്ക് ഞങ്ങൾക്ക് അൽഹംദുലില്ലാ എല്ലാ ആലിമീങ്ങളും ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിലെ എല്ലാ നേതാക്കന്മാരും സൗഹാർദ്ദ സ്നേഹത്തിൽ കൂടുതൽ ഒരു സന്തോഷ മരിക്കിടെ മുന്നുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചെന്നിട്ട് അൽഹംദുലില്ലാ ഈ പള്ളിക്ക് സഹായിച്ചങ്ങ സഹകരിച്ചങ്ങ എവിടത്തോളം ചെന്ന് ഈ രായത്തിൽ വലിയൊരു കോടിയാധിപത്യങ്ങമ്മ അല്ല വലിയ രൂപത്തിൽ വലിയ വലിയ എസ്റ്റേറ്റാ അല്ല വലിയ വലിയ തോട്ടം ഇന്നങ്ങ ആറും ഇല്ല. ചെറിയ ചെറിയ നിലക്കുള്ള തോട്ടം ചെറിയ ചെറിയ നിലക്ക് മൈഷത്ത് പോണ്ട അങ്ങ അൽഹംദുലില്ലാ അങ്ങനെ സ്വന്തം മൈഷത്തുക്ക് വേണമായതിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ഈ പള്ളിക്ക് ധാരോളം സഹായിച്ചങ്ങ സഹകരിച്ചങ്ങായിട്ടിക്കട് എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ചെന്നിട്ട് എല്ലാ നിലക്കുള്ള ഒരു ആശംസ നൽകിക്കൊണ്ട് എൻ്റെ പലക്കത്തെ നിപ്പാട്ടിക്കൊണ്ടുള്ള വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.